ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജാങ്കോ വെബ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് ജാങ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വെബ് ഡെവലപ്മെന്റ് എന്താണ് ഐഡിയ? ഹലോ, ഡൗട്ട് എന്താണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Shabu, chat, there is some doubt. Yes. If there are multiple sums, how it works? Your WhatsApp screen is displayed. Yeah. Multiple numbers ആണോ? Means yes, multiple sums. Sufail, can you please explain your doubt? ആക്ച്വലി ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇപ്പോ നെക്സ്റ്റ് വേറെ ലൈനിൽ ഇപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സമ്മനെ കോൾ ചെയ്യോ എന്നുള്ള. ഇപ്പൊ നമുക്ക് വേറെ സമ്മ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ സെയിം ഫംഗ്ഷൻ കോൾ ചെയ്ത് കൊടുത്താൽ മതി അവിടെ. ഇപ്പൊ വേറെയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ കോൾ ചെയ്യൂല. അത് വെച്ചിട്ട് തന്നെ കോൾ ചെയ്യും. ഇപ്പൊ നമുക്കിപ്പോ ആർഗ്യുമെന്റ്സ് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് 2 നമ്പേഴ്സ് ആണ്, വേറൊരു സ്ഥലത്ത് 3 നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേറെ ഫംഗ്ഷനിൽ തന്നെ ഡിഫറെന്റ് ഇതായിട്ടുണ്ട്. കീവേഡ് ലെങ്ത് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ് റീഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫംഗ്ഷൻ കോളിംഗ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമ്മള് വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മള് വെബ് ഡെവലപ്മെന്റില് പൈത്തൺ യൂസ് ചെയ്യുന്ന 2 മെയിൻ ഫ്രെയിം വർക്കുകളാണ് ജാങ്കോയും ഫ്ലാസ്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ജാങ്കോയാണ് കൂടുതലായിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോ ഈ ഫ്രെയിം വർക്കില് നമുക്ക് MVT മോഡലാണ്, മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. കാരണം മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ടേബിൾസ് ആണ്. ഇപ്പോൾ ഒരു വെബ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു UI ഉണ്ടാവും, അതുപോലെ ഒരു ബാക്ക് എൻഡ് കോഡിംഗ് ഉണ്ടാവും. ഓക്കെ, ഒരു ഡാറ്റാബേസ് ഉണ്ടാവും നമുക്ക്. ഓക്കെ, ഈ ഡാറ്റാബേസിൽ നമ്മൾ എന്താണ് കുറെ ടേബിൾസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ടേബിൾസിനെയാണ് നമ്മളിവിടെ മോഡൽ എന്ന് പറയുന്നത്, മോഡലിൽ യൂസ് ചെയ്യുന്നത്. മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യും, മോഡലിലോട്ട് py എന്നൊരു ഫയൽ ഉണ്ടാവും, അതിലാണ് നമ്മൾ എന്താണ് ടേബിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. വ്യൂ എന്നത് നമ്മൾ എഴുതുന്ന ഫംഗ്ഷനാലിറ്റി ആണ്. ഇപ്പൊ നമുക്ക് മെയിൻലി ഒരു വെബ് ഡെവലപ്പ് ചെയ്യുമ്പോൾ CRUD ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ജാങ്കോയിൽ യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്കിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CRUD ഓപ്പറേഷൻസ് ആണ്. അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇതെല്ലാമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഓക്കെ, ഇതെല്ലാം ഈ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം വ്യൂസിലായിരിക്കും നമ്മൾ കൊടുക്കുക. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ HTML പേജസ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു UI വേണമല്ലോ ഇതിലെല്ലാം. ഈ ഫംഗ്ഷനാലിറ്റീസ് ചെയ്യുമ്പോൾ നമുക്കൊരു UIയും കൂടി ഇടാം. അതെല്ലാം ടെംപ്ലേറ്റ് എന്നൊരു ഫോൾഡറിലായിരിക്കും നമ്മൾ ഇടുന്നത്. ഓക്കെ, പിന്നെ ഇത് കുറച്ച് നമ്മൾ എന്താണ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ സെക്യൂർ ആണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂസർ ടേബിൾ ഉണ്ട്. ആ യൂസർ ടേബിളിൽ നമ്മുടെ പാസ്വേഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് എല്ലാം അവർ എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുക. DBയിൽ സ്റ്റോർ ചെയ്യുന്നത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ജാങ്കോ മെയിൻലി യൂസ് ചെയ്യുന്നവരാണ് ഇൻസ്റ്റഗ്രാം, സ്പോട്ടിഫൈ, റെഡിറ്റ്, പിൻട്രസ്റ്റ്, ഇതെല്ലാം. ഓക്കെ, പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്, നമ്മളിപ്പോ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് OR എന്നാണ് ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പൈത്തൺ ഒബ്ജക്ട്സിനെ യൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SQLite ആണ്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് MySQL വെച്ചിട്ട് ചെയ്യാം. ഏത് ഡാറ്റാബേസ് വേണമെങ്കിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ ഇതിൽ ബേസിക് ആ ഒരു ഇൻബിൽറ്റ് ആയിട്ട് കിടക്കുന്ന ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SQLite ആണ്.
ഓക്കെ, പിന്നെ നമുക്കൊരു അഡ്മിൻ ഇന്റർഫേസ് ഉണ്ട്. അഡ്മിൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ നമ്മൾ അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്യൂലേ, അതുപോലെ തന്നെ നമുക്ക് എല്ലാ ടേബിൾസ് കാണാനും അതിൽ ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അഡ്മിൻ ഇന്റർഫേസ് നമുക്ക് ജാങ്കോയിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെക്യൂർ ആണ്, സെക്യൂരിറ്റി ഉണ്ട്. അതായത് നമ്മുടെ പാസ്വേഡ് എല്ലാം എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും അവര് കീപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ ഓതന്റിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമുക്ക് ഓതന്റിക്കേഷൻ, ടോക്കൺ ഓതന്റിക്കേഷൻ, ഓത്ത് ഓതന്റിക്കേഷൻ, JWT ഓതന്റിക്കേഷൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓതന്റിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ആർക്കിടെക്ചർ MVT ആർക്കിടെക്ചർ ആണ്. മോഡൽ ഉണ്ട്, വ്യൂ ഉണ്ട്, ടെംപ്ലേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു. മോഡലിൽ നമ്മൾ ടേബിൾസ് ആയിരിക്കും, അതുപോലെ വ്യൂവില് ഫങ്ഷൻസ് എഴുതും, ടെംപ്ലേറ്റിൽ നമ്മൾ HTML കണ്ടന്റ്സ് അല്ലെങ്കിൽ ആ യൂസർ ഇന്റർഫേസ് കൊടുക്കും. നമുക്ക് ജസ്റ്റ് ഒരു എങ്ങനെയാണ് ഒരു ജാങ്കോയില് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. Django admin start project new app. അതായത് ഇവിടെ നമ്മള് ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്, ഒരു ന്യൂ പ്രൊജക്ട്. ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, Django admin start project ന്യൂ പ്രൊജക്ട്. ഇത് നമുക്ക് ഇവിടെ ഒരു പ്രൊജക്ട്, ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്ട് എന്താണോ അതിന്റെ പേരാണ്. ഇപ്പൊ ഒരു ഇ-കൊമേഴ്സ് ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും Django admin start project പിന്നെ ഇ-കൊമേഴ്സ് ആപ്പ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്രൊജക്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. ഓക്കെ, ആ ഇ-കൊമേഴ്സ് എന്നുള്ളത് എന്താണ്, ആ ഒരു നമ്മുടെ പ്രൊജക്ടിന്റെ പേരാണ്. അല്ലെങ്കിൽ ന്യൂ പ്രൊജക്ട് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊജക്ടിന്റെ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, നമുക്കൊരു പ്രൊജക്ട് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഈ പ്രൊജക്ടിന്റെ ഉള്ളിൽ എന്താണ്, ആ സെയിം നെയിമിൽ തന്നെ നമുക്കൊരു ഫോൾഡർ ഉണ്ടാവും, ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. അതുപോലെ manage.py, ഇവിടെ നിന്നാണ് നമ്മൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു Django പ്രൊജക്ടിന് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് manage.py എന്ന് പറഞ്ഞ ഫയലിൽ നിന്നാണ്. ഇനി ന്യൂ പ്രൊജക്ടിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ്, മെയിൻലി സെറ്റിംഗ്സ് ഉണ്ടാവും. ഓക്കെ, ഈ സെറ്റിംഗ്സിൽ ആണ് നമ്മുടെ കോൺഫിഗറേഷനും എല്ലാം കൊടുക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ ഉള്ളിലേക്ക് കയറണം. നമ്മളിപ്പോ Django എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് കിടക്കുന്നത്, പക്ഷെ നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിലേക്ക് കയറണം. ഈ പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിൽ എന്താണ്, നമ്മളൊരു Django ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. പ്രൊജക്ടിന്റെ പേരാണ് കൊടുക്കേണ്ടത്, ന്യൂ പ്രൊജക്ട്. ദെൻ ആ ഒരു പ്രൊജക്ടിന്റെ ഉള്ളിലേക്ക് കയറി ഇനി നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Django admin start app then new കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, അവിടെ ന്യൂ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ ആപ്ലിക്കേഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോഡൽസ്, വ്യൂസ് എല്ലാം വരുന്നത്. ഓക്കെ, മോഡൽസിൽ നമ്മൾ ടേബിൾസ് കൊടുക്കും, അതുപോലെ വ്യൂസിൽ നമ്മൾ എന്ത് ചെയ്യും, ഫങ്ഷനാലിറ്റീസ് കൊടുക്കും. ഇത് ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു പ്രൊജക്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെയാണ് Djangoയിൽ നമ്മളൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി വേറൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി, ജസ്റ്റ് ഇതാണ് ഞാൻ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ന്യൂ ആപ്പ്, ന്യൂ പ്രൊജക്ട്, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു
ഇതിലാണ് നമ്മൾ HTML പേജസ് കൊടുക്കുന്നത്. ഓക്കെ, ആപ്പിലാണ് അതിൽ മോഡൽസിലാണ് നമ്മൾ മോഡലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു യൂസർ മോഡൽ ആണെന്നുണ്ടെങ്കിൽ ആ യൂസർ മോഡലിന്റെ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, പാസ്വേഡ് ഇതെല്ലാം ആ യൂസർ മോഡലിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഇമേജ് ഇതെല്ലാം നമ്മൾ എന്താണ് അവരുടെ ആട്രിബ്യൂട്ട്സുകളാണ്, അല്ലെങ്കിൽ ആ യൂസർ ടേബിളിലുള്ള ഓരോ ഫീൽഡുകളുമാണ്. ഓക്കെ, അതുപോലെ വ്യൂസിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, നമ്മുടെ ഫങ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം, ഒരു യൂസറിനെ ആഡ് ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ യൂസറിനെ ലിസ്റ്റ് ചെയ്യണം, വ്യൂ ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇത് വെച്ചിട്ട് സെർച്ച് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ എന്തിലാണ് views.py എന്ന് പറഞ്ഞ ഫയലിലായിരിക്കും നമ്മൾ എന്താ കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ URLs എന്ന് പറയും. നമ്മളിപ്പോ API ഒക്കെ ആണെന്നുണ്ടെങ്കിൽ URL വെച്ച് ആക്സസ് ചെയ്യുന്നെന്ന് പറയും. അപ്പൊ ആ URL കൊടുക്കുന്നത് urls.py-യിലായിരിക്കും. അതുപോലെ നമുക്ക് ന്യൂ പ്രൊജക്ടിന്റെ ഉള്ളിൽ സെറ്റിംഗ്സിൽ നമ്മൾ കോൺഫിഗറേഷൻസ് ചെയ്യും. നമ്മൾ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ പാത്ത് എല്ലാം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോ HTML പേജിൽ നമുക്ക് ഇമേജസ് എല്ലാം ആഡ് ചെയ്യണം. അപ്പൊ അതിന് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. അപ്പൊ ആ സ്റ്റാറ്റിക് ഫോൾഡറിലേക്ക് നമുക്ക് CSS ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എല്ലാം പാത്ത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇമേജ് ആഡ് ചെയ്യണേണ്. നമ്മളിപ്പോ ഒരു യൂസറിന്റെ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ആ ഇമേജ് നമ്മൾ മീഡിയ എന്ന് പറഞ്ഞൊരു ഫോൾഡറിലേക്കായിരിക്കും, ഈ മീഡിയ എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും സേവ് ആകുക. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ settings.py-യിലാണ്. ഇത് റൺ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പുതിയൊരു ഇത് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ പുതിയൊരു ടേബിൾ ആഡ് ചെയ്തു. കാറ്റഗറി എന്ന ടേബിൾ ഞാൻ ആഡ് ചെയ്തിരുന്നു. കാറ്റഗറി നെയിം, അതിന്റെ ഇമേജ്, ഇത് ഞാൻ ആഡ് ചെയ്തു. ദെൻ ഞാൻ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. py space manage.py make migrations. ഇപ്പൊ നമ്മുടെ മോഡൽ അവിടെ ക്രിയേറ്റ് ആയി. ദെൻ മൈഗ്രേറ്റ് കൊടുക്കണം. നമ്മുടെ ടേബിൾസ് ഈ ഒരു models.py-യിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും ആ ചേഞ്ച് എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈഗ്രേറ്റ് കൊടുത്താൽ മാത്രമേ അത് എഫക്ട് ചെയ്യുള്ളൂ. ഇനി നമുക്കിപ്പോ ഒരു ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് നമ്മൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു അഡ്മിൻ പാനൽ ഉണ്ടെന്ന്. അതായത് ഇതിനൊരു അഡ്മിൻ ഉണ്ട് നമ്മുടെ ജാങ്കോയ്ക്ക്. അപ്പൊ അതിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രെഡൻഷ്യൽസ് വേണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ക്രിയേറ്റ് സൂപ്പർ യൂസർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എന്താന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുക. അഡ്മിൻ ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. റൺ ചെയ്യുന്നത് py space manage.py run server. ഇതിലായിരിക്കും, ലോക്കൽ ഹോസ്റ്റിലായിരിക്കും അത് റൺ ചെയ്യുക. /admin കൊടുത്തു കഴിഞ്ഞാല് അല്ല ഞാൻ നാച്ചിലെടുത്തു നമുക്ക് അഡ്മിൻ പാനലിലേക്ക് ലോഗിൻ ചെയ്യാം. ചാലേ ആടെ എങ്ങനെ നമ്മളെ പഴയ ഓഫീസിൽ അതിന്റെ ഉള്ളില് അതിന് ട്രോളിയിൽ കുറച്ച് നമ്മളെ പാഡും കാര്യങ്ങളെല്ലാം കാണുന്നു. പാഡ് അത് ഇന്ന് കയറ്റാനുള്ളതാ? എൻട്രിയിലും കഴിഞ്ഞതല്ലേ? ഇനി കയറ്റുന്നോ? ആ ഓരോ പീസ് മുഹമ്മദ് കെ എം ഒന്ന് മ്യൂട്ട് ചെയ്യോ? മുഹമ്മദ് കെ എം ഒന്ന് മ്യൂട്ട് ചെയ്യൂ. inventory
നമുക്ക് അഡ്മിനിൽ ലോഗിൻ ചെയ്യാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത നമുക്ക് ഇവിടെ ആകെ പ്രൊഡക്റ്റും യൂസേഴ്സും മാത്രം വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു കാറ്റഗറി ടേബിളും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ടേബിൾ നമ്മൾ ഈ അഡ്മിൻ ഡോട്ട് പി വൈ അഡ്മിനിൽ അവിടെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ചെയ്യണം. എന്നാലാണ് നമുക്ക് ആ ഒരു പ്ലേസിൽ അഡ്മിൻ പാനലിൽ അല്ലെങ്കിൽ അഡ്മിന്റെ ആ ഡാഷ്ബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കാണുള്ളൂ, ഈ ടേബിളിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മേക്ക് മൈഗ്രേഷനും മൈഗ്രേറ്റും കൊടുക്കണം, എന്നാലാണ് അത് ടേബിളിൽ അപ്ലൈ ആകുള്ളൂ. നമുക്ക് അവിടെ ഒരു ടേബിൾ കിട്ടി. ഹലോ, ഷബു കേൾക്കാലോ. ഇത് നേരത്തെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്തതാണ്. യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ചെയ്തതായിരുന്നു. നമുക്കിപ്പോ ഇവിടെ യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്ത് പോകും. ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നതാണ്. അതുപോലെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യണം. രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി അല്ല +2 വിത്ത് കമ്പ്യൂട്ടർ നോളജ് കൊടുത്താ പോരാ? മതിയാ? പോരെ, കമ്പ്യൂട്ടർ നോളജ് കിട്ടണം എന്തായാലും. അങ്ങനെ ഡിഗ്രി തന്നെ വേണ്ടല്ലോ. +2 ആണ്, ഡിഗ്രി ആക്കിയാ പോരാ. ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളജ്. നീടെ പോന്ന് നമ്മള് ചായ പൈസ നമ്മളിപ്പോ ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. ആ യൂസർ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ജസ്റ്റ് സെപ്പറേറ്റ് നമുക്ക് ഈ ഇതിനെ വ്യൂ ചെയ്യണം എന്ന് വിചാരിക്കുക. വ്യൂ ചെയ്തു. ഇത് ഓരോ യൂസറിനും നമ്മൾ അവരുടെ ID വെച്ചിട്ട് വ്യൂ ചെയ്യാനാണ് ഈ വ്യൂ ഇട്ട് കൊടുത്തേക്കുന്നത്. ഓരോ യൂസറിനെ നമുക്ക് സെപ്പറേറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. ഇത് ഒരു യൂസറിനെ നമുക്ക് ഡിലീറ്റ്. ഹലോ ഷബു കേൾക്കാം. ജസ്റ്റ് മുഹമ്മദിന്റെ ഷബു മ്യൂട്ട് ചെയ്യും കേട്ടോ. ഷബു യു ക്യാൻ മ്യൂട്ട്. Mute. Krishnendu also mute. ഓക്കെ, നമുക്ക് ഓരോ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ വ്യൂ ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ നമുക്ക് ഓരോ യൂസേഴ്സിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡാറ്റാസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നെയിം മാത്രം. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ആക്ഷൻ പെർഫോം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇപ്പൊ നമ്മള് ഡയറക്റ്റ് ആ ഒരു പ്രൊജക്ട് റൺ ചെയ്തിട്ട് ഡയറക്റ്റ് പോകുന്ന URL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും. ഓക്കെ, ആ URL-ലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇതാണ് റൺ ചെയ്യുമ്പോഴുള്ള
URL, ബ്ലാങ്ക് ആയിട്ടുള്ള URL. ഓക്കെ, ഇതെന്താണ് ലാൻഡിംഗ് പേജിലേക്ക് നമ്മൾ റെൻഡർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇൻഡെക്സ് പേജിലേക്ക് റെൻഡർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു ഇൻഡെക്സ് പേജ് കാണിക്കുക. ഇൻഡെക്സിൽ എന്താണുള്ളത്? നമ്മുടെ ഒരു ലോഗിൻ ലിങ്ക് ഉണ്ട്, അതുപോലെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, യൂസർ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇനി ഈ രജിസ്ട്രേഷൻ ലിങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രജിസ്റ്റർ എന്ന ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രജിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള URL-ലേക്ക് പോകും. ഇവിടെ നമ്മൾ രജിസ്റ്റർ എന്നുള്ളത് ഇതാണ്. ഈ ഒരു ഇതിലേക്ക് കൺട്രോൾ പോകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂ എന്താണ്? ആഡ് യൂസർ ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ആഡ് യൂസർ അവിടെ എന്തായി? നമ്മൾ കൊടുത്ത നെയിം, പാസ്വേഡ്, ഇമെയിൽ, ഫോൺ നമ്പർ, ഇമേജ് എല്ലാം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഗെറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ആ ഗെറ്റ് ചെയ്തത് എന്ത് ചെയ്തു? യൂസർ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്ത് ചെയ്യും? നമ്മൾ ആ ക്രിയേറ്റ് യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ പേജിലേക്ക് പോകും. പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ്, നമ്മളിപ്പോ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? പോസ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് ഇതില്. പോസ്റ്റ്, ഗെറ്റ്, അതുപോലെ ഡിലീറ്റ്, പുട്ട്, ഇത്രയും മെത്തേഡ്സുകളാണ് നമ്മളുള്ളത്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ക്രിയേഷൻ ആണ് വരുന്നത്. എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഗെറ്റ് എന്ന് പറഞ്ഞാല് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റാസ് എടുക്കുന്നതാണ് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കേണ്ടത്? അവിടെ അടുത്ത പേജിലേക്കാണ് പോകേണ്ടത് അല്ലെ? രജിസ്ട്രേഷൻ പേജിലേക്കാണ് പോകേണ്ടത്. അവിടെ ഇതിപ്പോ പോസ്റ്റ് അല്ലാത്തത് കൊണ്ട്, നമ്മളവിടെ പോസ്റ്റ് അല്ല ചെയ്തേക്കുന്നത്, അല്ലാത്തത് കൊണ്ട് ഈ ഒരു ഭാഗം വർക്ക് ചെയ്യില്ല. ഡയറക്റ്റ് എന്താണ്? രജിസ്റ്റർ ഡോട്ട് HTML-ലേക്ക് അവിടെ റെൻഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് രജിസ്റ്റർ ഡോട്ട് HTML പേജിലേക്ക് പോയി. ആ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? രജിസ്റ്റർ ഡോട്ട് HTML പേജിലേക്ക് പോയി. അവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അവിടെ നമ്മൾ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്നു, നെയിം എൻറ്റർ ചെയ്യുന്നു, ഇമെയിൽ എൻറ്റർ ചെയ്യുന്നു, ഫോൺ നമ്പർ, പാസ്വേഡ്, ഇതെല്ലാം എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, ഒരു ഫോമിലായിരിക്കും ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ക്രിയേറ്റ് യൂസർ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും? അവിടെ രജിസ്റ്റർ എന്ന ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഇവിടെ മെത്തേഡ് പാസ് ചെയ്യുന്നത് എന്താണ്? പോസ്റ്റ് ആണ്. നമുക്ക് ഇമേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എൻക്രിപ്റ്റഡ് ടൈപ്പ് മൾട്ടി പാർട്ട് ബാർ ഫോം ഡാറ്റ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഈ കൺട്രോൾ പോകുന്നത് രജിസ്റ്ററിലേക്കായിരിക്കും പോവുക. URLs-ൽ രജിസ്റ്റർ എവിടെയാണ് നോക്കുക? അവിടെ ആഡ് യൂസർ ആണ്. ഇവിടെ നമ്മൾ പോസ്റ്റ്, അവിടെ നമ്മൾ മെത്തേഡ് കൊടുക്കുന്നത് പോസ്റ്റ് ആണ്. പോസ്റ്റ് ആയതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യും. അതായത് നമ്മൾ എൻറ്റർ ചെയ്ത ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യും? നെയിം, പാസ്വേഡ്, ഇമെയിൽ, ഫോൺ നമ്പർ, ഇതിലെല്ലാം ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിൾ എന്ത് ചെയ്യും? നമ്മുടെ DB-ലേക്ക് സ്റ്റോർ ചെയ്യണത്. അതായത് യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ്, അവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് നെയിം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ഈ ഒരു വേരിയബിളിൽ നെയിം ഉണ്ടാവും, ഇതിൽ ഇമെയിൽ ഉണ്ടാവും, അതുപോലെ പാസ്വേഡ്, ഫോൺ നമ്പർ, ഇമേജ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മോഡലിലെ ആട്രിബ്യൂട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്? ആ മോഡൽസിലെ ആട്രിബ്യൂട്ടുകളാണ് നമ്മൾ, അല്ലെങ്കിൽ ഫീൽഡുകളാണ്. ഈ ഫീൽഡുകളിലേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂസ് നമ്മൾ എന്താണ്? അവിടെ സ്റ്റോർ ചെയ്യും. അപ്പൊ അവിടെ എന്തായി? ഡാറ്റ ഇൻസേർട്ട് ആയി. അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യാനുള്ളത് എന്താണ്? നമ്മൾ യൂസർ എന്ന് പറഞ്ഞ ടേബിളിലെ എല്ലാ ഒബ്ജക്ട്സിനെയും നമുക്ക് ലിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ലിസ്റ്റ് ആവും. അതുപോലെ നമുക്ക് ഓരോ യൂസറിനെയും ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവർക്ക് ഒരു ID ഉണ്ടാവും, ഒരു സ്പെസിഫിക് ID ഉണ്ടാവും. ഈ ID എന്ന് പറയുന്നത് ഓരോ യൂസറിനെയും യൂണീക്കലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് വെച്ചിട്ട് നമുക്ക് ഓരോ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ ആ ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നെയിമും ഇമെയിലും, ഒരു പർട്ടിക്കുലർ നെയിമും ഇമെയിലും ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു നെയിം മാത്രമുള്ള ആൾക്കാർ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ എന്ന ടേം വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്ഡേറ്റും ഇതേപോലെ തന്നെ നമുക്ക് ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ID വെച്ചിട്ട് വേണം എന്ത് ചെയ്യണത്? നമ്മൾ ആ യൂസറിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു യൂസറിനെ ഗെറ്റ് ചെയ്തു, ഈ ഒരു ഒബ്ജക്റ്റിനെ, ആ ഒരു യൂസർ ഇപ്പോ 5 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? യൂസറിലേക്ക് ഗെറ്റ് ചെയ്തെടുക്കും ആ ID വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും?
നമ്മൾക്ക് എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം ആ യൂസർ ഡോട്ട് നെയിമിലേക്ക് ആ നെയിം കൊടുക്കും, ഗെറ്റ് ചെയ്തെടുക്കുന്ന നെയിം കൊടുക്കും. അതുപോലെ ഇമെയിലിലേക്ക് ഗെറ്റ് ചെയ്തെടുക്കുന്ന ഇമെയിൽ കൊടുക്കും. പിന്നെ ഫോൺ നമ്പർ, ഇമേജ്, പാസ്വേഡ് ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസർ ഡോട്ട് സേവ് അടിച്ചാൽ എന്തായി, DB അപ്ഡേറ്റ് ആയി. ഇത്രയും ത്രെഡ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ജാങ്കോയിൽ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇതിൽ തന്നെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പിംഗ് എന്നുള്ള രീതിയിൽ ജാങ്കോ മൊത്തത്തിൽ ചെയ്യുന്നതാണ്. നമുക്കിത് API വെച്ചിട്ട് APIs ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സീരിയലൈസർ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്കിപ്പോൾ ഫ്രണ്ട് എൻഡ് എന്താണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആംഗുലർ അല്ലെങ്കിൽ റിയാക്ട് അതെല്ലാം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ APIs വെച്ചിട്ടായിരിക്കും അത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് നമ്മൾ എന്താ ചെയ്ത് HTML പേജ്, ഈ ഒരു പ്രൊജക്റ്റിൽ തന്നെ HTML പേജ് ക്രിയേറ്റ് ചെയ്ത ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പിംഗ് ജാങ്കോയിൽ തന്നെ ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രൊജക്റ്റ് ആണിത്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ലല്ലോ?